ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കർണാടകയിൽ ബെൽത്തങ്ങാടി ഭാഗങ്ങളിൽ മലയാളികൾ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അവരുടെ കൃഷിസ്ഥലങ്ങളും പിന്നെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള മനോഹരമായ വെള്ളച്ചാട്ടവും മറ്റ് ചെറിയ ചെറിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് വിടിയല്ലേ? ഓക്കെ, ഓണല്ലേ? ഇതാണ് നല്ല തിക്കായിട്ട് അല്ലേ, മരങ്ങൾ രണ്ട് സൈഡിൽ നിന്നും വന്ന് നിറഞ്ഞ് നല്ല രസം. ഇങ്ങനത്തെ ബോഗ് എന്ന് പറയുന്ന സാധനമാണ് ഇരുമ്പകം എന്ന് പറയുന്ന നാട്ടില്. ഇരുമ്പ് കർണാടക ഈ ഏരിയയിലെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. കാർക്കള അല്ലേ, ഈ സൗത്ത് കാനഡ ഡിസ്ട്രിക്റ്റിലാണ് ഇത് കൂടുതലുള്ളത്. ഓക്കെ, ഭയങ്കര ഹെവിയാണ്. ഇതാണ് റെയിൽവേയുടെ സ്ലീപ്പറിനൊക്കെ വേണ്ടിയിട്ട് പണ്ട് ബ്രിട്ടനിലേക്കും യൂറോപ്പിലേക്കൊക്കെ ഇവിടുന്ന് ഇഷ്ടംപോലെ കൊണ്ടുപോയിട്ടുള്ളതാണ്. ഈ മരം ഇരുമ്പകം ഭയങ്കര വെയിറ്റും ഭയങ്കര ഉറപ്പുമാണ്. 1000 കൊല്ലം കഴിഞ്ഞാലും പോവില്ല. ഈ നമ്മുടെ അവിടെ ഇരുമ്പകമെന്നും ഇവിടെ ബോഗും. നമ്മുടെ അവിടെ ഇച്ചിരി ഡിഫറെന്റ്. ഈ കാറ്റഗറി, ഈ ചെറിയ ഇലയുള്ള ഈ സാധനം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മരമാണ്. അങ്ങനെ നമ്മുടെ കർണാടകയിലെ മലയാളികളുടെ തലസ്ഥാനമായ ബെൽത്തങ്ങാടി ടൗണിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇവിടെ എവിടെ നോക്കിയാലും മലയാളികൾ തന്നെയാണ് കേട്ടോ കാര്യമായിട്ടുള്ളത്. ഇവിടെയുള്ള കന്നഡക്കാരെയും കൂടെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ടാവൂല്ലേ ഇവിടുത്തെ ആൾക്കാർ? ഇവിടെയുള്ള കർണാടകന്മാർ വേണമെന്നുണ്ടെങ്കിൽ മലയാളം പഠിച്ച് നമ്മളോട് പറ്റട്ടെ. അതെ, അവർക്ക് ഇവിടെയുള്ള കർണാടകക്കാർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മലയാളം പഠിച്ചില്ലെങ്കിൽ ജീവിതം നടക്കൂല. കാരണം ബസ് സ്റ്റാൻഡ് ഇതാ, ഇവിടെ ഇത് സൈഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ ടൗണിന്റെ സെൻട്രൽ ഭാഗമാണിപ്പോൾ ഇത്. അല്ല, ബാറുണ്ടാവും. ബാറ് മലയാളികളുള്ള സ്ഥലത്ത് പിന്നെ ബാറില്ലാതിരിക്കും. അപ്പം നമ്മൾ ഇവിടെ ഒരു സ്ഥലം എടുത്ത് വരാനാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു മാർക്കറ്റ് റേറ്റ്. നമ്മൾ ഈ ബെൽത്തങ്ങാടി അല്ലെങ്കിൽ സൗത്ത് കാനറ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഈ ഭാഗങ്ങളിൽ ഏകദേശം ഒരു എന്നാ വില കൊടുക്കേണ്ടി വരും സ്ഥലത്തിനൊക്കെ? ഇപ്പൊ റോഡിന്റെ സൗകര്യവും ടൗണിന്റെ അടുപ്പവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ മാർക്കറ്റ് വരുന്നത്. നമുക്ക് നാട്ടിലായിരുന്നാൽ അത് തന്നെയാണ് സ്ഥിതി. ഒരു 12 മുതൽ 20-25 വരെ ഏക്കറിന് വരുന്ന സ്ഥലങ്ങള് ഉണ്ട്. 20-25 വരെയൊക്കെ ഉണ്ട്. ഒരു 10-20 രൂപ 25 രൂപ വരെയൊക്കെ ഉണ്ട്. ടൗണിനടുത്ത സൗകര്യങ്ങളൊക്കെ വഴി സൗകര്യം. അതുപോലെ തന്നെ കമുക് എന്നൊക്കെ പറയാം, ഏക്കറിന് 30 ലക്ഷം രൂപ ഇപ്പൊ ഇവിടെ മാർക്കറ്റ് ഉണ്ട്. അടയ്ക്കാക്ക് വില കൂടുതലാണല്ലോ അല്ലേ? ഉൽപ്പന്നത്തിന്റെ വിലക്ക് അനുസരിച്ച് സ്ഥലത്തിന്റെ വില വേരിയേഷൻ വന്നോണ്ടിരിക്കും. പക്ഷെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ കിട്ടുന്നതിനേക്കാളും ഈൽഡ് ഇവിടെ കൂടുതൽ കിട്ടും തോന്നുന്നു അല്ലേ? അത് ഇവിടെ എന്ന് പറയുമ്പോ ഇത് ഭൂമി ഉണ്ടായി കഴിഞ്ഞത് പിന്നെ മറ്റു യാതൊരുവിധ കൃഷികളും ചെയ്യാത്ത തൊടാത്ത മണ്ണ. അതിനകത്താണ് നമ്മൾ ഈ പണിയെടുക്കുന്ന കാര്യസ്ഥലം കിട്ടുന്നതൊക്കെ. അതാണ് എന്റെ പ്രത്യേകത. അത് ഭൂമിലോകത്ത് എവിടെയും കിട്ടുകയില്ല, ഇതുപോലത്തെ ഒരു മണ്ണ്. ശരി. അപ്പൊ പറഞ്ഞത് ഇവിടെ ശരിക്കും സ്ഥലങ്ങളൊന്നും കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നല്ല ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിൽ ഏറ്റവും ആദ്യം നമ്മൾ കൃഷി ഇറക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ കാര്യസ്ഥലങ്ങളിൽ കൃഷി ഇറക്കാം. അപ്പം നല്ല ഈൽഡ് കിട്ടും. ഇവിടെയൊക്കെയുള്ള കമുകത്തോട്ടത്തിലൊക്കെ ഒരു ഏക്കർ കമുകത്തോട്ടത്തിന്റെ എത്ര നമുക്ക് നാട്ടിൽ കിട്ടുന്നതിന്റെ ഇരട്ടിയിലേറെ ഇവിടെ വരുമാനം കിട്ടും. അതെ, ഒരു ഏക്കർ കമുകത്തോട്ടം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിലയ്ക്ക് 7-8 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്ക് നാട്ടിൽ എത്ര കഷ്ടപ്പാട് അത്രയും കിട്ടില്ല കേട്ടോ, അത്രയ്ക്കും വിളവുണ്ടാവില്ല. നല്ല തോട്ടം, നന്നായി പണിയെടുക്കണം. ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങ് അകലെ കണ്ട കുതിരമുഖ് മലയാണ് കേട്ടോ കാണുന്നത്. ഇതിന്റെ ഏതോ ഒരു വ്യൂവിൽ നിന്ന് നോക്കിയാൽ ഇതിന്റെ പാറകൾ കുതിരയുടെ മുഖം പോലെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണ് ഇതിന് കുതിരമുഖം എന്ന പേര് വന്നത്.
ഭംഗി നോക്ക്, എത്ര ഹൈറ്റാണെന്നറിയോ. അപ്പം നാളെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറും, ഇവനെ നമ്മൾ കീഴടക്കും. അവിടെയാണ് കുതിരമുഖ്. എങ്ങനെയുണ്ട് മല? എന്താ രസം നോക്ക്. എൻ്റെ അമ്മോ, നിങ്ങൾ കാണുമ്പോൾ ചെറുതായിട്ട് കാണുന്നത് നോക്കണ്ട, ഒരു എത്ര ഹൈറ്റാണെന്നറിയോ. ഒരു പർവ്വതം പോലെയാണ് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു നല്ല രസമുള്ളൊരു പുഴ കണ്ടു. അപ്പം അതും കൂടെ ഒന്ന് എടുക്കാം നമുക്ക്. എന്താ ഇറങ്ങി ഒന്ന് കുളിക്കാൻ തോന്നുന്നുണ്ടോ? സത്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്. നീർക്കാക്കയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അവരിപ്പോൾ നീർക്കാങ്കുഴി ഇട്ട് പോയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ സൈഡും നല്ല ഒരു ഗ്രാമീണത കേട്ടോ. ഈ ഗ്രാമീണതയാണ് ഇപ്പം നമുക്ക് കേരളത്തിൽ കിട്ടാനില്ലാതായി. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ജനപ്പെരുപ്പം, അതാണ് പ്രശ്നം. അതിൻ്റെ മറുഭാവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാ 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 വാ, എന്താ ഭംഗി നോക്ക്. എന്താ രസമാണ് നോക്ക്. കാലി സ്ഥലങ്ങൾ എന്തോരം കിടക്കുന്ന നോക്ക്. സൂപ്പർ. കുതിരമുഖിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ മലയുണ്ടല്ലോ, അത് ഘട്ടം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടം ആണ്, പക്ഷേ അതിൻ്റെ പേരിലാണോ ഘട്ടം എന്ന് പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അതിൻ്റെ മുകൾ ഭാഗം ചിക്കമംഗളൂർ ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നടന്ന് ഇങ്ങനെ കയറി വന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഇത് മൊത്തം നല്ല കാറ്റാടി മരമൊക്കെ കാശ്മീർ പോലെ ഉണ്ടല്ലേ. കാശ്മീരിലൊന്നും പോയില്ല കേട്ടോ, ഇത് കർണാടകയാണേ. കർണാടകയിലെ ഒരു അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം വരും. ഏതായാലും നമുക്ക് വെള്ളച്ചാട്ടം കാണാം കേട്ടോ. നോക്കട്ടെ, കുറച്ച് കയറ്റ് നല്ല ഭംഗിയാട്ടോ. നല്ല സ്വിറ്റ്സർലൻഡ് പോലെയുണ്ട്. മൊത്തം കാറ്റാടിയൊക്കെ ആയിട്ട് നല്ല രസത്തിൽ നിൽക്കുന്നു. നമ്മൾ കുറച്ച് ഓഫ് റോഡ് വഴിയായിരുന്നു, അതുകൊണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് നടന്നു പോരുക. ഞങ്ങളൊരു 3-4 കിലോമീറ്റർ നടന്ന് ഒരു പുഴയിലെത്തി. ഈ പുഴയുടെ വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ മുകളിൽ. ഇതിങ്ങനെ ഇനി ഒരു 2 കിലോമീറ്ററോടെ മുകളിലേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ഒന്നാന്തരം ട്രെക്കിംഗ് ആണ്. ഒരു പുഴ ഒഴുകുന്നുണ്ട് താഴെ. ആ പുഴയിലാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ് ശരിക്കും. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. എൻ്റെ അമ്മോ, എന്താ പണി. ഈ വഴി വരുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ആനയും മറ്റ് മൃഗങ്ങളും ഒക്കെ ഉള്ള വഴിയാണെന്ന് താഴേന്ന് പറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ടാണ് വന്നത്. ഇരുട്ടാകുന്നതിന് മുമ്പ് തിരിച്ചിറങ്ങുകയും കൂടെ ചെയ്യണം. ആ വെള്ളച്ചാട്ടം കേട്ടോ, എൻ്റെ അമ്മോ. മക്കളെ നോക്ക് നോക്ക്, സൂപ്പർ. എൻ്റെ അമ്മോ, വെള്ളച്ചാട്ടത്തിൻ്റെ കാറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ടോ? യാ
അടിപൊളി. എങ്ങനെയുണ്ട്? എൻ്റെ അമ്മോ, എന്നാ ഉയരത്തിൽ നിന്ന് വെള്ളം വരുന്നത് നോക്ക്. എൻ്റെ ഈശ്വര. എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പർ സൂപ്പർ. ശരിക്കും മേല എന്താണ് അതൊക്കെ. ആ മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് നേരെ ഒരു സ്ഥലത്ത് പോലും തൊടാതെ നേരെയൊക്കെ പോരാണ്. എന്താ വെള്ളച്ചാട്ടം! അയ്യോ, കല്ല് അവിടെ ശ്രദ്ധിക്കുക, ഭയങ്കര സ്ലിപ്പിംഗ് ആട്ടോ. അവിടുന്ന് വെള്ളം പാറിലടിച്ചിട്ട് കല്ല് ഭയങ്കര സ്ലിപ്പിംഗ് ആണ്, നോക്കണം. വാ, എന്താ രസം നോക്ക്. എൻ്റെ പൊന്നൂ. അതിലേതാ കുറച്ചും കൂടെ. ഇവിടെ അങ്ങോട്ട് ഒരു വഴിയുണ്ട് താഴോട്ട് സൈഡിലേക്ക്. വാ, വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ദൃശ്യം താഴോട്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ നനഞ്ഞു കിടക്കുകയാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന്. ഈ വെള്ളം പറന്നിട്ടേ. ഇതൊക്കെ കാണല്ലേ, എന്താ ഭംഗി. ഓ, എൻ്റെ അമ്മോ, എന്താ ഭംഗി നോക്ക്. ഇവിടുന്ന് ഈ വെള്ളം തട്ടിത്തെറിക്കുന്നത് കൊണ്ട് ലെൻസ് നനഞ്ഞിട്ട് ക്ലിയർ ഉണ്ടാവില്ല. ഭയങ്കര കാറ്റാ. അപ്പോൾ വെള്ളച്ചാട്ടമേ ബൈ ബൈ, ഞങ്ങൾ പോട്ടെ. ഓഹോ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാനിത് അതിൻ്റെ മുകളിൽ എഴുതി വെക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് പറയാൻ കിട്ടില്ല. ഓക്കേ, നടക്കാം. അവരങ്ങ് പോയിട്ടോ. കുറേ നേരം നടന്ന് നിന്നിട്ട് ഇന്നും കണ്ടിട്ടില്ല അവരെ.
നല്ലൊരു വെള്ളച്ചാട്ടം, സൂപ്പറായിട്ടുണ്ട്. നല്ല വൃത്തികേടാകാതെ നമ്മുടെ ആളുകളുടെ ആധിക്യം മൂലം അതിനൊന്നും പറ്റിയിട്ടില്ല, വെള്ളച്ചാട്ടത്തിനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് വെള്ളച്ചാട്ടം അതിൻ്റെ അതേ തനിമയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത് കർണാടകയിലെ ദടുപ്പെ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, ദടുപ്പെ ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിലെ പുലിയാണ് കേട്ടോ അത്. എത്ര കിലോമീറ്റർ ആയിരുന്നു ഞങ്ങൾ നടന്നതെന്നറിയോ? ഈ ദൂരം മുഴുവൻ അനിലിൻ്റെ പപ്പ മണ്ട വരെ ഞങ്ങളുടെ ഒപ്പം തന്നെ നടന്നു. വേറെല്ലാവരും അതിന് മുകളിലൊന്നും കേട്ടിട്ടില്ല. അതെ അതെ അതെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്തായിരുന്നു മറ്റേ എൻ്റെ പേര് ഗഡായി പാറയുടെ മുകളിലൊക്കെ കയറിയതൊക്കെ അതൊക്കെ സംഭവമല്ലേ. അതിൻ്റെ മുകളിലൊക്കെ കയറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം. സംഭവം അല്ല, ചെറുപ്പക്കാർ പോലും അവരകത്ത് കയറുന്ന ബുദ്ധിമുട്ടാണ്. അതെ, അല്ല ചെറുപ്പക്കാർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുകളിൽ നടന്നെത്താൻ. സത്യം. ഞങ്ങളങ്ങനെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടോ. ഓഫ് റോഡ് നടപ്പൊക്കെ കഴിഞ്ഞ് ഒരു 4 കിലോമീറ്റർ നടപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചെത്തി. വണ്ടിയുടെ സൈഡാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാനല്ലേ? അപ്പോൾ ഓക്കെ, ബായ്. ബെൽത്തങ്ങാടി ടൗണിൻ്റെ ഒരു രാത്രിയിലെ ദൃശ്യമാണ് കേട്ടോ.